ജോലിയല്ലേ, കയറുവാ കയറും ഒന്നിരിക്കും. പപ്പ, എനിക്ക് സ്നേഹിക്കാൻ പപ്പയില്ലായിരുന്നു. പപ്പ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സ്നേഹം തന്നിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം പപ്പേനെ പോലത്താണ് കാണുന്നത്. ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നൊരവസ്ഥയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തരുമോ നിങ്ങളുടെ മോളെ? ഒരിക്കൽ പോലും ഇച്ചാനെ സ്നേഹിച്ചിട്ടില്ല പപ്പ. പപ്പേനോട് എനിക്ക് ചോദിക്കാറില്ലേ നീ ഓക്കെയാണ്? അപ്പോഴെല്ലാം ഞാൻ കരയുന്ന സമയമായിരുന്നു. ഇത് ഇനിയും പപ്പയോട് പറഞ്ഞിട്ട് ശരിയാകത്തില്ല. പപ്പയെ തീരുമാനിക്കും. പിന്നെ ഡാനി പറഞ്ഞ കാര്യം സത്യമാണ്. എനിക്ക് ഡാനിയെ ഇഷ്ടമാണ്. ഇച്ചായനെ ആനയിട്ടെടുത്താണ്. ഞാൻ നാളെ ഇവിടുന്ന് പോകും അങ്ങോട്ട്, അവരെ കാണാം. എന്ന് പപ്പ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. ശരി, വാ നമുക്കൊന്ന് പോകാം. നാളത്തേക്കല്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്? അമ്മയോടും കൂടെ എന്നെ പറഞ്ഞാൽ പോലെ. നീ പൊക്കോ, ഞാൻ എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് കയറിയേക്കോളാം. ശരി. ആ, അമ്മച്ചി വാതിക്കൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, അകത്തോട്ട് വന്നേ. ഞങ്ങൾക്ക് രണ്ടും കുറച്ച് കാര്യം പറയാനുണ്ട്. ഒന്ന് പോടാ കൊച്ചനെ, അകത്തിരുന്ന് മടുത്ത് ഒടുക്കത്തെ ചൂടും എന്നാൽ കുറച്ച് കാറ്റ് കൊള്ളാൻ നിർത്തി വെളി വന്ന. അല്ല, ഈ കൊച്ചിന് പോകാൻ ഇങ്ങനെ നിൽക്കുന്ന എന്ത് പറ്റുമോളെ? അമ്മച്ചി, ഞങ്ങൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് കേൾക്കണം, എന്നിട്ട് അമ്മച്ചിയുടെ മറുപടി പറയണം കേട്ടോ. അമ്മച്ചി, ജെനിയും ആദവും ഡിവോഴ്സ്ഡ് ആകാൻ പോവാണ്. ആദമിന് വേറൊരു വൈഫും കുട്ടിയുണ്ട്. അമ്മച്ചിക്കറിയായിരിക്കും ആനി. അമ്മച്ചി അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയല്ലേ? ആനിയോ? ആനിമോള് മരിച്ചില്ലേ? ആനിമോള് മരിച്ചെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. ഇപ്പൊ എന്നിട്ട് അവരെവിടെ ഉണ്ട്? ആനി എവിടെ ഉണ്ടടാ? ആദം എന്തിയെ? അമ്മച്ചി, അത് തന്നെയാണ് ഞങ്ങളും പറയാൻ വരുന്നത്. എനിക്ക് ഇച്ചാൻ്റെ ലൈഫിൽ കയറി കളിക്കണമെന്ന് ഒട്ടും താല്പര്യമില്ല. അവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അവർ തമ്മിൽ കല്യാണം കഴിക്കണം. അതിന് ഞാൻ ഏതറ്റം വരെ പോകും. പിന്നെ എൻ്റെ കാര്യം അത് ഞാൻ നോക്കണം. അമ്മച്ചിയുടെ ആദമിനെ ഇവിടെ ഞാൻ കൊണ്ടുതരും. അവനിപ്പം ആനിയുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും പോയി തിരക്കാൻ പോവാണ്. അവരൊന്നാവട്ടെ അമ്മച്ചി. അമ്മച്ചി, ഇവളെ തനിച്ചാക്കാതെ ഞാൻ സ്വന്തമായിക്കോട്ടെ, എൻ്റെ ആയിട്ട്. അമ്മച്ചി പറ. എന്താണ് കൊച്ചെ, എന്റെ ജനിക്കൊച്ച ഒറ്റയ്ക്കാവുന്ന എനിക്ക് സങ്കടമായിരുന്നു ഇതുവരെ. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഈ ഒരു വാക്ക് കേട്ടാൽ മതി, എൻ്റെ അമ്മച്ചിയുടെ ഈ ഒരു വാക്ക്. ഞാൻ സ്വന്തമാക്കുമേ ജനിയെ, എൻ്റെതായിട്ട് മാത്രം. എന്റെ ആദം, ആ കോളിമ്പലടിക്കുന്ന ആരന്ന് പോയി നോക്കൂലേ? ഞാൻ അടുക്കളയിലല്ലേ. ഓഹ്, എല്ലാത്തിനും ഞാൻ വരണം. ഇനി ഇതാരാണോ? ആനിയല്ലേ? ഞാൻ ജെനി. ആരാണ് ജെനി? നീ എന്താ ഇവിടെ? എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചല്ലേ അല്ലേ ആദം? എന്തിനായിരുന്നു എന്നോട് ഈ മറച്ചുവെപ്പ്? ഒന്ന് തുറന്നു പറഞ്ഞുകൂടായിരുന്നു? നിങ്ങളുടെ കുഞ്ഞാണോ ഇത്? എന്നോട് ഒരു വാക്ക് പറയത്തില്ലായിരുന്നു ആദം. ഞാൻ മാറിത്തരത്തില്ലായിരുന്നു. നിങ്ങളുടെ വായിന്ന് എന്തെങ്കിലും കേൾക്കാൻ ഞാൻ കൊതിക്കുമല്ലായിരുന്നു. പിന്നെ എന്തിനായിരുന്നു എന്നോട് ചതി പറയണ്ടായിരുന്നോ? ആനി, എല്ലാം എൻ്റെ തെറ്റാണ്. ഞാനന്ന് അവിടെ വരാൻ പാടില്ലായിരുന്നു. എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് ആദമിന് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അവൻ അറിഞ്ഞത്. ഐ എം സോറി. എൻ്റെ തെറ്റായിരുന്നു നിങ്ങളുടെ ലൈഫിലോട്ട് ഇടയ്ക്ക് കയറി വന്നത്. സോറി. എന്തിനാനി? ഞാനല്ല നിങ്ങളോട് സോറി ചോദിക്കണ്ടേ. നിങ്ങളുടെ ഇടയ്ക്ക് കയറിയേന്. നിങ്ങളാണ് സ്നേഹിക്കുന്നവർ. നിങ്ങൾ വേണം ഒന്നിക്കാൻ. ആദമിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. എനിക്ക് ആദമിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവും. അതുപോലെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു വന്നവളാണ് ഞാൻ. എനിക്കതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാവും. ആദം കൂളായിട്ട് നിന്നാൽ മതി. ഞാനിത് പറയാതിരിക്കുമായിരുന്നു. എല്ലാത്തിനും സോറി. നീ എന്നെ മനസ്സിലാക്കി ഒരുപാട് താങ്ക്സ്. അല്ല, നീ ഒറ്റയ്ക്ക് ഇവിടെ വരെ വന്നു? ഒറ്റയ്ക്കൊന്നുമല്ല, കൂടെ ഒരാളുണ്ട്. ആദം, ഞാൻ നിന്നെ ആളെ മാറിയാണ് കല്യാണം കഴിച്ചത്. ഞാൻ സ്നേഹിച്ചത് വേറൊരാളെയാണ്. അയാളാന്ന് ഓർത്തിട്ടാണ് ഞാൻ ആദമിനെ കല്യാണം കഴിച്ചത്. എടാ പറട്ടെ, നീ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അന്വേഷിച്ച് തപ്പിയെടുത്തതാ. എടാ, ഞാൻ ദേ ജെനി അങ്ങ് സ്വന്താക്കാൻ പോവാ. ഇവള് എൻ്റെ ഭാര്യയായിട്ട് ഇരിക്കട്ടെടാ. ഇതാണ് എൻ്റെ ട്വിൻ ബ്രദറിന്റെ വൈഫ് അല്ലേ? ഓ, മാമന്റെ മോർണിംഗ് വന്നേടാ.
മാമന് മനസ്സിലായോ? നിന്റെ അപ്പന്റെ ലുക്ക് തന്നെയല്ലേ? അപ്പനെക്കാളും ഡീസന്റ് ആട്ടോ. വാ നമുക്ക് കളിക്കാം. ആദം, ഞാൻ ജീവനത്തുള്ള സ്നേഹിച്ചത് ഈ നിൽക്കുന്ന ഡാനിയാണ്. ഡാനിയാന്ന് ഓർത്താണ് നിന്നെ ഞാൻ വിവാഹം ചെയ്തത്. ഐ എം സോറി ആദം. സെന്റിക്കളിയൊന്നും ഇവിടെ വേണ്ട. വന്നേ നല്ല വിശപ്പുണ്ട് എനിക്ക്. ദേ ആനി, എനിക്ക് ഫുഡ് എടുത്ത് വെച്ചേ, ഞാൻ കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും. നിങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തോട്ടോ. വീട്ടിൽ കുറെ ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം, പ്രത്യേകിച്ച് നമ്മുടെ അമ്മച്ചി. വാ ഇനി ഒരു കൊച്ചുമോനും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞ് തീർന്ന്. പുള്ളിക്കാരൻ നേരത്തെ നിൽക്കുവല്ല, പെട്ടെന്ന് വാ. എടാ, അമ്മച്ചിക്കനോട് ദേഷ്യമായിരിക്കും അല്ലേ ഞാൻ ഈ ചെയ്തതിന് മൊത്തം? ഞങ്ങളില്ല, നിങ്ങൾ പൊക്കോ. വന്നു കഴിഞ്ഞാലും ശരിയാകത്തില്ല. എടാ പട്ടി, നീ ജനിച്ചന്ന് തൊട്ട് എനിക്ക് പാരയാ, അറിയാവോ? ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേക്കടാ. അറ്റ്ലീസ്റ്റ് ഒന്ന് കേക്ക്. നിനക്ക് വേണ്ടി എത്ര അടി കൊണ്ടവനാടാ ഞാൻ. ഒന്ന് കേക്ക്. നീ ഒരുങ്ങി പെട്ടെന്ന് പാക്ക് ചെയ്യും. എടാ, നീ കൊള്ളാലോ. നീ കുഞ്ഞുവായില് വലിയ വർത്താനാണോ? പിന്നെ ഇതാണ് മാമൻ കിട്ടാൻ പോകുന്ന മാമന്റെ പെണ്ണ് എന്ന് പറഞ്ഞാൽ നിന്റെ മാമി. സുന്ദരിയാണല്ലേ? എനിക്കറിയാം സുന്ദരിയാന്ന്. സുന്ദരിയൊക്കെയാ, ബട്ട് ഈ ചുണ്ടിനിടയിൽ മറുകുകളമ കടിച്ചെടുക്കണോ തോന്നുന്നു. ഈ കുരിപ്പ് ഇവിടെ നിൽക്കുന്നുണ്ടോ? അല്ലായിരുന്നേല് ഒരു റൗണ്ട് നോക്കിയാലോ? അതോ മോന്റെ മാമനുണ്ടല്ലോ, നല്ല ഫ്ലോട്ടിങ് പോയാ. മാമിനെ ചതിക്കുക. മാമിന് കൊറേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഓ അങ്ങനെയോ? ദേ നിന്നാണ് പപ്പ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെന്നേ. എവിടാ ഗേൾ ഫ്രണ്ട്സ് ഉള്ള? എവിടാ? എനിക്ക് എവിടാ ഗേൾ ഫ്രണ്ട്സ് ഉള്ള? അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. അതിനിങ്ങനെ എന്നെ അടുത്തോട്ട് പറഞ്ഞു. മാറിക്ക് ഇപ്പൊ കൊച്ചിൻ കയറി വരും. മാറി അടുത്ത് വന്ന് ഞാൻ ഫ്ലേട്ടിങ് പോയാന്നല്ലേ പറഞ്ഞു. അപ്പൊ അത് തെളിയിക്കണ്ടേ? അയ്യേ, മാറിക്ക്. ഒരു നാണോ മാനില്ലാത്ത ചെറുക്കൻ. അങ്ങോട്ട് മാറണം ചെറുക്ക. എന്റെ ഇത് വേണ്ട. ഇനി ചെയ്യൂ. എടി വിടടി, ഇല്ല. തൽക്കാലത്തേക്ക് നീ രക്ഷപ്പെട്ട്. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. കൈ കിട്ടുവേ, സൂക്ഷിച്ച് നിന്നു. അപ്പൊ ഈ തക്കാളി ചുണ്ട് പോലത്തെ ചുണ്ട് ഞാനൊന്ന് പറിച്ച് തിന്നും. മറുത എന്നെ വല്ലാണ്ട് ആകർഷിക്കുന്നത്. ഓക്കെ ബൈ. അവിടെ നിന്നേ, എങ്ങോട്ടായി പോന്നെ? എന്താ കാര്യം? എന്താ ഇപ്പൊ ഞാൻ എടുത്തോട്ട് വരുമ്പോ ഇങ്ങനെ പുറകോട്ട് പോന്നെ? പേടിയുണ്ടോ? പേടിയില്ല. എന്റെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ കൈ നിൽക്കൂല. അത് നീ താങ്ങത്തില്ല. അതുകൊണ്ടാ. വാ നമുക്കങ്ങോട്ട് പോവാം. അവരുടെ വെയിറ്റിങ്.